ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിനും മകൻ ഷോൺ ജോർജിനുമെതിരെ കടുത്ത ഭാഷയിൽ വിമർശനവുമായി കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക. വിവാദമായ FCRA നിയമവുമായി ബന്ധപ്പെട്ടും തിരഞ്ഞെടുപ്പിന് പിന്നാലെ സഭാ നേതൃത്വത്തിനെതിരെ ഇരുവരും നടത്തിയ ആക്ഷേപങ്ങൾക്കും മറുപടിയായാണ് പത്രം മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടുമടക്കി കുത്തി വന്നാലും സഭ ഭയപ്പെടില്ല എന്ന കർശനമായ നിലപാടാണ് സഭ ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് പി.സി. ജോർജും ഷോൺ ജോർജും സഭാ നേതൃത്വത്തിനെതിരെ പരസ്യമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാർ ജോസ് പുളിക്കൽ UDFന് അനുകൂലമായി വോട്ട് ചെയ്യാൻ നിർദ്ദേശിച്ചുവെന്നായിരുന്നു പി.സി. ജോർജിന്റെ പ്രധാന ആരോപണം. ഇതിനു പിന്നാലെ സഭാ പ്രസിദ്ധീകരണങ്ങളെയും മെത്രാന്മാരെയും ലക്ഷ്യം വെച്ച് ഇരുവരും നടത്തിയ പ്രസ്താവനകൾ വലിയ ചർച്ചയായിരുന്നു. വിവാദമായ FCRA ബില്ലിനെ കുറിച്ച് സഭ ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ ബില്ലിന് പ്രതിഷേധമുള്ളവർക്ക് വീട്ടിൽ പോയിരിക്കാമെന്ന പി.സി. ജോർജിന്റെ പരിഹാസമാണ് സഭയെ ചൊടിപ്പിച്ചത്. ഇതിനു പുറമെ സഭയ്ക്ക് ഞങ്ങളെ വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഭയെയും വേണ്ട എന്ന രീതിയിലുള്ള ഷോൺ ജോർജിന്റെ പ്രതികരണങ്ങളും കത്തോലിക്ക സമൂഹത്തിനിടയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ബി.ജെ.പി. നേതാക്കളോട് സഭാ നേതൃത്വം വിവേചനം കാണിക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. കൂടാതെ സഭയുടെ പിന്തുണയോടെ വളർന്നവർ ബി.ജെ.പിയിൽ ചേരുമ്പോൾ അവരെ വേട്ടയാടുന്ന സമീപനമാണ് സഭ സ്വീകരിക്കുന്നതെന്ന് ഷോൺ കുറ്റപ്പെടുത്തി. വിദേശ സഹായം സ്വീകരിക്കുന്നത് നിയന്ത്രിക്കുന്ന നിയമവുമായി ബന്ധപ്പെട്ട് സഭാ നേതൃത്വം ഉന്നയിക്കുന്ന ആശങ്കകൾ അനാവശ്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും അതിനെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തിരഞ്ഞെടുപ്പ് വേളയിൽ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ UDFന് അനുകൂലമായി നിലപാട് എടുത്തുവെന്ന പി.സി. ജോർജിന്റെ ആരോപണങ്ങളെ ഷോൺ ജോർജും പിന്തുണയ്ക്കുന്നു. സഭാ നേതൃത്വം ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും രാഷ്ട്രീയത്തിൽ ഇടപെടരുതെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. ദീപികയുടെ എഡിറ്റോറിയൽ വെറും മറുപടി എന്നതിലുപരി ഭരണകൂട ഭീകരതയ്ക്കും രാഷ്ട്രീയ അവസരവാദത്തിനുമെതിരായ ഒരു താക്കീതായാണ് വിലയിരുത്തപ്പെടുന്നത്. FCRA കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടുമടക്കി കുത്തി വന്നാലും വഴങ്ങില്ല എന്ന് പത്രം വ്യക്തമാക്കുന്നു. സഭയുടെ നിലപാടുകൾ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കനുസരിച്ചല്ലെന്നും സമൂഹത്തിന്റെ പൊതുനന്മ ലക്ഷ്യമിട്ടുള്ളതാണെന്നും എഡിറ്റോറിയൽ ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ മര്യാദയ്ക്ക് നിന്നെയൊക്കെ ചുമക്കുന്നേയുള്ളൂ, അടങ്ങിയിരുന്നോണം, കാണിച്ചു തരാം തുടങ്ങിയ ഭരണകൂട ഭീഷണികൾ ചരിത്രത്തിൽ ആദ്യത്തേതല്ലെന്ന് സഭ തുറന്നടിച്ചു. ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കിയ ചരിത്രം സഭയ്ക്കില്ലെന്നും അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്നത് തുടരുമെന്നും പത്രം പ്രഖ്യാപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാർപ്പാപ്പയെ വിമർശിച്ചതിനെ പരാമർശിച്ചുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ ദീപിക താരതമ്യം ചെയ്തത്. ലോക നേതാവായാലും കേരളത്തിലെ പ്രാദേശിക രാഷ്ട്രീയ കവലച്ചട്ടമ്പികളായാലും സഭയുടെ നിലപാടുകളിൽ മാറ്റമുണ്ടാകില്ല. വർഗീയതയുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നവർക്ക് സഭയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ അവകാശമില്ലെന്നും പത്രം നിരീക്ഷിക്കുന്നു. പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെ നടപ്പിലാക്കുന്ന നിയമങ്ങൾ പലപ്പോഴും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനാണ് ഉപയോഗിക്കുന്നത്. ഇത്തരം നിയമങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് സഭയുടെ കടമയാണെന്നും അത് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ നിർത്തലാക്കില്ലെന്നും എഡിറ്റോറിയൽ വ്യക്തമാക്കുന്നു. പി.സി. ജോർജിന് പോലെയുള്ള നേതാക്കൾ സഭയുടെ പിന്തുണയോടെ രാഷ്ട്രീയത്തിൽ വളർന്നവരാണെന്നിരിക്കെ അവർ തന്നെ സഭയെ തള്ളിപ്പറയുന്നത് വിശ്വാസികൾക്കിടയിൽ വലിയ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ ലാഭത്തിനായി സഭയെ ഉപയോഗിക്കുകയും പിന്നീട് സഭാ നേതൃത്വത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന രീതി അനുവദിക്കില്ലെന്നാണ് ഈ മുഖപ്രസംഗത്തിലൂടെ ദീപിക നൽകുന്ന സന്ദേശം. രാഷ്ട്രീയം ദുഷിപ്പുകാർ തട്ടിപ്പറിക്കരുത്. മാനവികതയ്ക്കും സമാധാനത്തിനും വേണ്ടിയുള്ള പോരാട്ടം സഭ തുടരും. ഈ വരികളിലൂടെ സഭ തന്റെ ഭാവി നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. പി.സി. ജോർജിന്റെയും മകന്റെയും ബി.ജെ.പി. പ്രവേശനം സഭയുമായുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ടെന്നാണ് ഈ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. FCRA വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന ജോർജിന്റെ നിലപാട് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഒന്നാണെന്ന ആശങ്ക സഭാ നേതൃത്വത്തിനുണ്ട്. ഇതിനെതിരെ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്.